സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡ് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. ലേറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഉണ്ട്, ഇന്ത്യാസ് ഗോട്ട് ടാലന്റ് ലേറ്റൻ ഷോ ഉണ്ടായിരുന്നു. ദി രൺവീർ ഷോയുടെ പുള്ളിയുടെ ഒരു അടിപൊളി കമന്റ് ഉണ്ടായിരുന്നു. Watch your parents have sex every day for the rest of your life. ചോദ്യം പുള്ളി ചോദിച്ചു, അതിന് വന്ന ബാക്ക്ലാഷ്, അതിന് പോലീസ് കേസുകൾ. സമീറാനിക്ക് എഫ്ഐആർ വന്നു, അതിൽ പോയിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് അവന്റെ പേരെന്ന് ഞാൻ മറന്നു. അപൂർവ റബൽ കിഡ്. ഇപ്പോൾ ഇതിന്റെ സീസൺ 2 ഇറങ്ങാൻ പോകാന്നാണ് കേൾക്കപ്പെടുന്നത്. ഭയങ്കര റീച്ച് ആയിരുന്നു ഈ ഷോയ്ക്ക്. ഇന്ത്യയിലാണെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നടന്ന ഈ സംഭവങ്ങളുടെ ഒക്കെ ആവശ്യം വരും. നമ്മുടെ സമീർ റൈന എന്നല്ല, സമറാന. സോ സമീർ റാനയുടെ ഒരു ലേറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഉണ്ട്, ഇന്ത്യാസ് ഗോട്ട് ടാലന്റ് ലേറ്റൻ ഷോ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ആൾക്കാരുടെ പ്രിയങ്കാരനായിട്ടുള്ള ചില ആൾക്കാർക്ക് അറിയാം, മലയാളികൾക്ക് ദി രൺവീർ ഷോയുടെ ഹോസ്റ്റ്. എനിക്കൊന്ന് പോഡ്കാസ്റ്റിംഗ് കൾച്ചർ ഇന്ത്യയിൽ അതിന് പുള്ളിയെ സമ്മതിക്കണം. അതിന് പോഡ്കാസ്റ്റിംഗ് ഇന്ത്യയിൽ അത്രയും വലുതാക്കിയ ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു അടിപൊളി കമൻറ്റ് ഉണ്ടായിരുന്നു, വുഡ് യു റാദർ. ബാക്കി എനിക്ക് പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ചോദ്യം പുള്ളി ചോദിച്ചു, അതിന് വന്ന ബാക്ക്ലാഷ്, അതിന് പോലീസ് കേസുകൾ, ആ ഒരു ഷോ യൂട്യൂബിൽ നിന്ന് എടുത്ത് കളഞ്ഞു ഫുൾ വീഡിയോസ്. പുള്ളി ഇത്രയും നല്ല റീച്ച് ഉണ്ടായിരുന്ന ചാനലായിരുന്നു, അത് ടേക്ക് ഡൗൺ ചെയ്തു. രൺവീർ അല്ലാതെ ഇവിടെ ഫുള്ളി ഫാമിലിക്ക് എതിരെ അറ്റാക്ക് ഉണ്ടായി. പുള്ളിക്ക് പോലീസ് എഫ്ഐആർ ഒന്നിൽ കൂടുതൽ എഫ്ഐആർ വന്നു. സമീറാനിക്ക് എഫ്ഐആർ വന്നു, അതിൽ പോയിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് പെണ്ണിൻ്റെ പേരെന്ന് ഞാൻ മറന്നു. അപൂർവ റബൽ കിഡ്. മലയാളി അല്ലേ ഉള്ളു? അപ്പോൾ ആ പെണ്ണ അപൂർവ എന്ന പേര്. അപൂർവയുടെ കോണ്ടസ്റ്റന്റ് അല്ലായിരുന്നു, മറ്റേ പുള്ളിക്കാരിക്കും കുറെ പ്രശ്നങ്ങൾ വന്നു പുള്ളിക്കാരുടെ. അപൂർവ. അപ്പം അങ്ങനെ അപ്പം അത്രയും വലിയതായിട്ട് നടന്നു ആ ഒരു സംഭവം. അപ്പം അതിൽ നമ്മുടെ തോട്ട്സ് എന്താ, നമ്മുടെ ഒപ്പീനിയൻ എന്താ? അപ്പോൾ ഇത് സംഗീതിൻ്റെ ടോപ്പിക്കാണ്. അപ്പോൾ സംഗീതം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇപ്പോൾ തന്നെ ഈ ടോപ്പിക്ക് തിരിച്ചു വന്നതിൻ്റെ ഒരു കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, അതിൻ്റെ പാർട്ട് 2 വരുവാണ്. ഇത്രയും വലിയ കോൺട്രവേഴ്സി എല്ലാം വന്ന് ഇവരെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ജയിലിൽ പോയി. ആ ഒരു പർട്ടിക്കുലർ എപ്പിസോഡ് വന്ന് എല്ലാവരും തന്നെ ജയിലിൽ പോയായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം സോർട്ട് ഔട്ടായിട്ട് വന്ന് ഇപ്പോൾ ഇതിൻ്റെ സീസൺ 2 ഇറങ്ങാൻ പോകാമെന്നാണ് കേൾക്കപ്പെടുന്നത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് ഇട്ടത്. പിന്നെ ഞാനിത് കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്, ഭയങ്കര എൻ്റർടൈനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനിങ്. എനിക്ക് തോന്നുന്നില്ല യൂട്യൂബ് ഇങ്ങനത്തെ ഒരു ഷോ ഇതിനു മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അത്ര അടിപൊളി ഒരു ഷോ ആയിരുന്നു. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡ് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. ഇവരുടെ ഈ എപ്പിസോഡ്, ലാസ്റ്റത്തെ എപ്പിസോഡ്, അതിൽ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്സി. അതിൽ അപൂർവ എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റായിട്ടാണ് ഒരു പെണ്ണ് ഒരു ആളെ എന്താ പറയുന്നത് ഒരു കോൺവെർസേഷനിൽ ഇത്രയും ഇതായിട്ട് ബീറ്റ് ചെയ്യുന്നത്. അതും ബീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഒരു ഭയങ്കര ഒരു ഇതായിട്ടുള്ളൊരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഒരു പെണ്ണ് ഭയങ്കര പവർഫുള്ളായിട്ട് ഒരു ആളെ ഡിഫെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇന്ത്യനായിട്ട് ഒരു പെണ്ണിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയ കുറേ പേര് അപ്രിഷ്യേറ്റ് ചെയ്തു ആ സമയത്ത്. പക്ഷെ പ്രശ്നം വന്നപ്പോൾ എല്ലാ പ്രശ്നവും ഒരുമിച്ച് വന്ന് ഈ പെണ്ണിൻ്റെ എതിരെ സ്വയം ഒരു സ്റ്റാൻഡ് എടുത്തതിന് വേണ്ടി ഈ പെണ്ണിൻ്റെ എതിരെ കുറേ ബാക്ക്ലാഷ്, പോലീസ് കേസ്, സൊസൈറ്റിയിൽ നിന്ന് ആൾക്കാർ ഇതെന്താണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ എങ്ങനെയാണ് ഒരു പെണ്ണിന് അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ പറ്റുന്നതെന്ന് വരെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ പ്രശ്നം വന്നപ്പോൾ എല്ലാം വന്നേ. അതിൽ മെയിൻ ഒരു പ്രശ്നമായിരുന്നു ആ സമയത്തെ ഒരു മലയാളീസിന് കുറേ ഒഫൻഡായ ഒരു ടോപ്പിക്ക്. ഒരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെണ്ണിൻ്റെ അടുത്ത് ഒരു പഞ്ചാബി ആയിട്ടുള്ള ഒരുത്തൻ പറഞ്ഞ കമൻറ്റ്, കേരള സാർ 100% ലിറ്ററസി സാർ. അപ്പോൾ അത് ആ സമയത്ത് വന്നപ്പോൾ എല്ലാം ഒരുമിച്ച് വന്നേ. കേരളത്തിൽ നിന്ന് ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഇതെന്ത് ഷോയാണിത്, എല്ലാ ഹേറ്റും ഒരുമിച്ച് വന്ന് ഇത് നിർത്തിപ്പോയി. സോ നിനക്ക് അതിലെന്താ തോന്നിയത്? നിർത്തിപ്പോയതിൽ നിനക്ക് എന്താ തോന്നിയത്? നീ ആയിരുന്നു, നിൻ്റെ കയ്യിലായിരുന്നു ഒരു കൺട്രോളിൽ, നീ എന്ത് ചെയ്യും? എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അത് ഇച്ചിരി ഡാർക്ക് ഹ്യൂമറുള്ള ഒരു ഷോ ആയിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 45 മണിക്കൂറത്തെ ഇതുണ്ട്. പക്ഷെ നമ്മൾ ഇരുന്ന് കണ്ടു അങ്ങനത്തെ ഷോ ആയിരുന്നു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കരിക്ക് അങ്ങനത്തെ ഷോ ഒക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് കരിക്കെന്ന് പറഞ്ഞാൽ പോലും കാണാൻ പറ്റത്തില്ല. അവർ ഇത്രയും വലിയ വീഡിയോ ഇട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം പണ്ടത്തെ ഒരു ഇതുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പണ്ടത്തെ അവരുടെ വീഡിയോസ് അങ്ങനെയായിരുന്നു. അപ്പോൾ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഷോ ആയിരുന്നല്ലേ. എനിക്ക് ഇഷ്ടമായിരുന്നു. ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കാണാൻ പറ്റിയ ഇച്ചിരി. കാരണം അവർ റോസ്റ്റ് ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കി വിടും. അത് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും പോകത്തില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ തൊലി ഒരുക്കി വിടും എന്നുള്ളതായിരുന്നു 100% ഉറപ്പാണ്. പക്ഷെ അത് ഇന്ന് മൂന്നാമതായിട്ട് ഇരുന്ന ഒരാളായിട്ട് ഇന്ന് കാണാൻ നല്ല രസമാണ് ഈ തൊലി ഒരുക്കി കാണാൻ. അത് ഭയങ്കര റോയാണ്. നമ്മൾ എന്തെങ്കിലും പൊട്ടത്തരം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാട്ട് പാടാൻ അറിയാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നമ്മൾ പാട്ട് പാടി അത് കൊള്ളത്തില്ലെങ്കിൽ അതിന് 10 ഇരട്ടിയായിട്ട് നമ്മുടെ അടുത്ത് ഇത് പറയും. വൈശാൻ എന്താ തോന്നുന്നത്? ഏതാ ഈ ഒരു സംഭവത്തിൽ നിർത്തിപ്പോയതാണോ? ടേക്ക് ഓഫ് ചെയ്തതും പുള്ളിയുടെ എതിരായിട്ടുള്ള അറ്റാക്കും സംഭവങ്ങളും
എടാ ഭയങ്കര റീച്ചായിരുന്നു ഈ ഷോയ്ക്ക്. റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത കൂടി റീച്ചായിരുന്നു. സോ അപ്പോൾ ആൾക്കാർ ഓൾറെഡി അറിയത് കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. സോ പക്ഷേ ഈ നമ്മളെപ്പോഴും പറഞ്ഞു ഈ ഡാർക്ക് ഹ്യൂമറിൻ്റെ ബോർഡർ നമ്മൾ എവിടെ വരയ്ക്കും, ഇതാണ് അതിൻ്റെ ഒരു പക്ഷേ ആൾക്കാർ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൺവീർ അലബാദിയ പുള്ളി എല്ലായിടത്തും പോയിരുന്ന ഈ സ്പിരിച്വാലിറ്റി അങ്ങനെ ഒരു സാധനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പറയുന്ന ആരും പ്രതീക്ഷിച്ചില്ല. എനിക്കൊന്ന് അതാണ് പുള്ളിക്ക് അടിച്ച ഏറ്റവും വലിയ ബാക്ക്ലാഷ്. ഇപ്പോൾ സമീറിന് പുതിയ വീഡിയോ ഇട്ടതിൽ പുള്ളി പറഞ്ഞ ആൾക്കാർ ചോദിച്ചതെന്ന് വെച്ചാൽ ഇതെന്താണ് എഡിറ്റ് ഔട്ട് ചെയ്യാണ്ടിരുന്നതെന്ന് ഈ പുള്ളി ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ പുള്ളി ബിഗ്ഗസ്റ്റ് ഒരു ട്രൂത്ത് റിവീൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ ഷോയിൽ ഈ പുള്ളി ഈ ക്വസ്റ്റ്യൻ 8 തവണ ചോദിച്ചായിരുന്നെന്ന് അവിടെ വന്ന ആൾക്കാരോട്. അതിൽ നിന്ന് പുള്ളി 7 എണ്ണം എഡിറ്റ് ഔട്ട് ചെയ്തിട്ടാണ് ആകെ ഓർണം ഇത് ചെയ്തത്. ആ ഓർണം തന്നെ പോയി പണി കിട്ടി. ഈവൻ രൺവീർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇച്ചിരി ഒരു കൂൾ ഗൈ ആവാൻ നോക്കിയത്. അതായത് പുള്ളിയുടെ പോഡ്കാസ്റ്റ് വന്നിരുന്ന പുള്ളിക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റത്തില്ല. പുള്ളിയുടെ അങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ പുള്ളി സംസാരിക്കുന്ന രീതിയായി അറിയാം. ഇങ്ങനെ ഒരു എൻവയോൺമെന്റിൽ ചെന്നപ്പോഴത്തേക്കും പുള്ളി അവരുടെ കൂടെ ഒന്ന് ഇതാവാൻ വേണ്ടി പുള്ളി പറഞ്ഞതാണെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ അതൊരു 1.5 പറച്ചിലായി പോയി. പ്ലസ് പിന്നെ നമ്മുടെ കേരളത്തിനെ ട്രോൾ ചെയ്ത് അതും ഇത്ര ഒഫൻഡായി എടുക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര ആൾക്കാർ ഒഫൻസീവായിട്ട് എടുത്തു. വന്നിട്ട് അതിൻ്റെ ബാക്ക്ലാഷും ഭയങ്കരമായിട്ട് എനിക്കൊന്നും അതും എല്ലാം കൂടെ വന്നുകൊണ്ടാണ് ഇവരെ ഈ പോലീസ് പിടിച്ചുകൊണ്ട് പോയതും. എനിക്കൊന്ന് ഇന്ത്യയുടെ എവിടെയാണൊക്കെ ഇവരെ പോലീസ് പിടിച്ച് എടുത്തോണ്ട് പോകേണ്ടതെന്ന് തോന്നുന്നു. ആസാം പോലീസ് ആയിരുന്നു അന്ന് പിടിച്ചവരെ സ്പെഷ്യലി. ഇവരുടെ എല്ലാവരുടെ ഷോ അല്ല എനിക്കൊന്ന് ആ സമയത്ത് ഇവിടെ ടൊറന്റോയിൽ ഇവിടെ പുള്ളിക്ക് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്യാൻസലായി. പിടിച്ചത് ജസ്റ്റ് എനിക്കൊന്ന് റിപ്പോർട്ടും സംഭവം പോയി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയെന്നുള്ളൂ, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഇത് ഈ ആസാമിലെ CM അഡ്രസ്സ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു സംഭവം അത് അവിടുത്തെ CM അഡ്രസ്സ് ചെയ്യുമ്പോന്ന് വെച്ചാൽ പോലീസുകാർക്ക് പ്രശ്നമുണ്ട്, ഇവനിപ്പോൾ തന്നെ പിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു. പിന്നെ മറ്റേ പുള്ളിക്കാരൻ്റെ അമ്മയ്ക്ക് ഡോക്ടർ എന്തായിരുന്നു രൺവീറിൻ്റെ കുറേ ത്രെഡ്സ് ഒക്കെ ഒന്ന് കൊല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് അത് എല്ലാവർക്കും എല്ലാവർക്കും വന്നു. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം പുള്ളിയുടെ ഇതെല്ലാം ടേക്ക് ഡൗൺ ചെയ്തു, ചാനലും കാര്യങ്ങളും എല്ലാം. പക്ഷെ അത്രയും എക്സ്ട്രീമിൽ എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഇതൊന്നും അല്ല നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നാട്ടിൽ സംഭവിച്ചിട്ട് ഒരു ആക്ഷൻ എടുക്കാത്തവർ ഇങ്ങനെ വന്നിരുന്ന ഒരു ഷോയിൽ വന്നിരുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കൾച്ചറിനെ തന്നെ അങ്ങ് ബാധിച്ചു എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ഇത് പക്ഷേ ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ അത് പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. സോ അപ്പോൾ ഈ നടത്തിയതൊക്കെ എന്തിനായിരുന്നു വെറുതെ എനിക്ക് അങ്ങനെ പിടിച്ചത് അത് പറഞ്ഞത് അത് കൾച്ചറിനെ ബാധിച്ചുള്ളതുകൊണ്ടല്ല, സെൻസിറ്റീവ് ആയെന്നുള്ളത് കൊണ്ടാണ് തോന്നുന്നു. ഈ ഷോ ഇങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഷോ ഇങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. പക്ഷെ അതൊന്ന് ആലോചിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു ഷോ, ഇങ്ങനെ ബ്ലാക്ക് ഹ്യൂമർ കിടക്കുന്ന ഒരു ഷോ, അവർക്കത് അവിടെ കഴിഞ്ഞു, അതായത് തമാശ കഴിഞ്ഞ് അത് കഴിഞ്ഞു പോയി. പക്ഷേ ഈ കണ്ടസ്റ്റൻസ് സത്യം പറഞ്ഞ നാണൊക്കെ അവര് പിന്നുള്ളവരെ ഫേസ് ചെയ്യുമ്പോഴും ഇവരിതെല്ലാം പ്രതീക്ഷ അങ്ങോട്ട് വരുന്ന അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരാരും അവരെ ഇരുത്തി താലപ്പൊലി കൊടുക്കുന്ന ഓർത്തല്ല ഈ കണ്ടസ്റ്റൻസ്. അതൊക്കെ അവിടെ വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ചിലമാര് പൊട്ടത്തരം കാണിക്കാൻ വേണ്ടി തന്നെ അവിടെ വരുന്നത്, അതിനുവേണ്ടി മാത്രം. അപ്പൊ അവർക്ക് അറിയാം അങ്ങനെ കാണിക്കാനും കൂടെ പറ്റിയൊരു പ്ലാറ്റ്ഫോം. തൊലിക്കട്ടിയുള്ളവർ മാത്രമേ അങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഇന്ത്യാസ് ഗോട്ട് ടാലന്റ് എന്നല്ല പേരിട്ടേക്കുന്നത്, അങ്ങനെ ഏതോ ഒരു നോർത്തിലെ ഏതൊരു മുഖ്യമന്ത്രി അല്ല ഏതോ ഒരു മിനിസ്റ്റർ എന്താണ്ട് ഇതൊരു കോർട്ടിൽ എന്ന് പറഞ്ഞ കാര്യമാണല്ലോ, എന്താ റേപ്പൊക്കെ നടക്കുന്നുണ്ടല്ലോ, എന്തുവാ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പെണ്ണിന്. അപ്പൊ അത് കർണാടക അവിടുത്തെ സ്പീക്കറെ പറഞ്ഞു അതങ്ങ് എൻജോയ് ചെയ്യണമെന്ന്, ഡിഫെൻഡ് ചെയ്യാൻ നോക്കരുത്, അതങ്ങനെ കിടന്ന് എൻജോയ് ചെയ്യണമെന്ന്, റേപ്പ് ചെയ്യുന്ന വിക്ടിം. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് അതിന് തരത്തിൽ ഒന്നും നടന്നില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ, പക്ഷേ ആക്ഷൻ ഒന്നും വന്നില്ല. അതിനൊരു ആക്ഷൻ ഒന്നും വന്നില്ല. പക്ഷെ ഇങ്ങനെ ചെറിയൊരു ഷോയില് അന്ന് ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഉടനെ വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യയിലാണെങ്കിൽ എന്തോ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉള്ളത്. അപ്പം എന്തുകൊണ്ടും പറയാമെന്നല്ല, ആർക്കും ഒഫൻസീവ് ആവാത്ത രീതിയിൽ എന്തുകൊണ്ടും പറയാം. പിന്നെ ഈ ഷോയിൽ വരുന്നവരാണെങ്കിൽ ഇത് അറിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത് തന്നെ, ഒഫൻഡ് ആവരുത് എന്നുള്ള ഇതിൽ ആണ് അവരങ്ങോട്ട് വരുന്നത്. ഒഫൻഡ് ആവുന്നവരങ്ങോട്ട് വരരുത്. അതാണ് മറ്റേ മുന്നത്തെ ഷോയുടെ പേര് AAB എന്നായിരുന്നു, തന്മയ ഭട്ടിൻ്റെ ഒക്കെ. അത് ഇതുപോലെ തന്നെയായിരുന്നു. മറ്റേ ഈവൻ ആക്ടേഴ്സ് ഒക്കെ വന്നിരുന്നത് എന്തൊക്കെ പറഞ്ഞു അവിടെ, എന്നിട്ട് അത് ഇതുപോലെ നിർത്തിയതാ. മറ്റേ ഫെയർ അൺഫെയർ നോക്കിയിട്ടൊന്നും അല്ല, ഇത് ഇപ്പൊ സെൻസിറ്റീവ് ആയി, അപ്പൊ പ്രഷർ ഉണ്ട്, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അതാ പറഞ്ഞത്. അപ്പൊ ഈ സെൻസിറ്റീവ് കണ്ടന്റിന്റെയും അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമറിന്റെയും ബോർഡർ ലൈൻ എവിടെയാണ്? ഇതൊക്കെ പറയാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു ഷോ വെച്ച് കഴിഞ്ഞാൽ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ ബാധിച്ചാലേ നിങ്ങൾക്ക് ഷോ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ പക്ഷേ കേറുമ്പോഴേ സെറ്റ് ചെയ്ത് ഇറങ്ങണം. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് ഫ്രീഡം ഉണ്ടല്ലോ. അപ്പൊ ഇവരിപ്പോ എന്ത് പ്രതീക്ഷിച്ച ഈ രണ്ടാമത്തെ ഭാഗം ഇറക്കുന്നത്? അപ്പൊ രണ്ടാമത്തെ ഭാഗം ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും വരില്ല നമുക്ക് പറയാൻ പറ്റുമോ? പ്ലസ് ഇപ്പൊ രണ്ടാമത്തെ ഭാഗം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നടന്ന ഈ സംഭവങ്ങളുടെ ഒക്കെ ആവശ്യം എന്തുവായിരുന്നു? ഇല്ലടാ, പക്ഷെ ഇതിപ്പോ നമ്മളെ ഈ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലും പ്രൈമിലൊക്കെ നോക്കുകയാണെങ്കിൽ എടുക്കുമ്പോൾ തന്നെ ഇന്നത് 18+ ആണെന്നും ഇന്ന ഉണ്ടെന്നും അതെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ട് നടക്കുന്നത്. ഇപ്പൊ ഇവര് ചിലപ്പോ ഇതിന്റെ പെർമിഷനൊക്കെ എടുക്കുമ്പോൾ ഇവര് ഈ സമയോട് ഇത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നെറ്റ്ഫ്ലിക്സിനൊന്നും ഈ ഷോ കൊടുത്തില്ല എന്ന്. പുള്ളി പറയുന്നത്
നെറ്റ്ഫ്ലിക്സിനൊക്കെ വൺസ് ഷോ പോയി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി പണിയെടുക്കേണ്ടി വരും. യൂട്യൂബിലാകുമ്പോൾ ആ ഒരു ഫ്രീഡം ഉണ്ട്, നമുക്ക് എന്ത് വേണേൽ ചെയ്യാം, നമ്മൾ ആരുടെ അണ്ടറിലല്ല. മനസ്സിലായോ? ഇതുപോലെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കൊന്ന് സെൻസിറ്റീവ് കണ്ടന്റ് 18+ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അതല്ലാണ്ട് അവർക്ക് എന്തുകൊണ്ടും കാണിക്കാൻ തോന്നുന്നു. അത് പക്ഷേ യൂട്യൂബിലാണെങ്കിലും സെൻസിറ്റീവ് ആയിട്ട് ടേക്ക് ഡൗൺ ചെയ്യുന്നില്ല. ഐ മീൻ നെറ്റ്ഫ്ലിക്സിനേക്കാൾ കൂടുതൽ കൺട്രോൾ യൂട്യൂബിനുണ്ടെന്ന് തോന്നുന്നത്. സെൻസിറ്റീവ് ആവണം. പക്ഷെ ഇതുപോലെ കോൺട്രാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലടാ. നെറ്റ്ഫ്ലിക്സിന് നമ്മളൊരു കോൺട്രാക്ട് കൊടുക്കുകയെന്ന് ഓർത്തു, അങ്ങനത്തെ സെറ്റപ്പും പരിപാടികളൊന്നും ഇല്ല യൂട്യൂബിന്. അപ്പോൾ പുള്ളി അതാണ് ഒരു റീസൺ പറയുന്നത്, അതുകൊണ്ടാണ് ഇവർ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇല്ലാത്തപ്പോ ഇതും പ്രതീക്ഷിക്കണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും പണി തരും, താഴെ പോന്ന് പ്രതീക്ഷിക്കണ്ടേ അവര്? പറഞ്ഞ മനസ്സിലായി, അത് പ്രതീക്ഷിക്കായിരുന്നു, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. അതെല്ലാം അവൻ പറഞ്ഞു 8 പ്രാവശ്യം പറഞ്ഞതിൽ അവൻ 1 പ്രാവശ്യം കാണിച്ചുള്ളത്. ആ 1 പ്രാവശ്യം കാണിച്ചതിനെ പുള്ളി അത് കുഴപ്പമില്ലാതെ പോകുന്ന ഓർത്തിട്ടായിരിക്കും, കാരണം ഷോ ഇതാണല്ലോ. പക്ഷേ പിന്നെ ആൾക്കാർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ടേക്ക്. ഇപ്പോൾ പല ആളുകളെ നമ്മുടെ മലയാളി ഒരു എയ്ത്തിസ്റ്റ് ഒരുത്തനുണ്ട്, ഒരു ദൈവമില്ലാന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു കക്ഷിയുണ്ട്. പക്ഷേ അവൻ ഏതെങ്കിലും റിലീജിയനെതിരെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ റിലീജിയൻ അവരുടെ എന്തോ ചെയ്തിട്ടാണ് അവൻ യൂട്യൂബിൽ നിന്ന് അവൻ്റെ വീഡിയോ ടേക്ക് ഡൗൺ. അവൻ്റെ പേര് അത് പക്ഷേ കാരണമുണ്ടല്ലോ, അവനാണെങ്കിൽ ഒരു റിലീജിയനെ എതിരെ ഒന്നും പറയുന്നില്ല. അവൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു സ്വാമിജി വായുവിലിരിക്കുക, അതിന്റെ മാജിക് ഇന്നതാന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുക, അത് ടേക്ക് ഡൗൺ ചെയ്യുക. അങ്ങനെ ഒരു ഫാസിൽ അങ്ങനെ എന്തോ പുള്ളിയുടെ പേര്, ഫാസിൽ ബഷീർ എന്നോ ഫാസിൽ ഫിറോസ് അങ്ങനെ എന്തോ പുള്ളിയുടെ പേര്. വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യാറുണ്ട്, എപ്പോഴും ടേക്ക് ഡൗൺ ചെയ്യാറുണ്ട്. അപ്പൊ വേണമെന്ന് യൂട്യൂബിലെ സ്ഥിരം ടേക്ക് ഡൗൺ ചെയ്യണേ. അപ്പൊ അതാ അങ്ങനെയാണെങ്കിൽ ഇല്ല, റിപ്പോർട്ട് അടിച്ചാൽ മതിയല്ലോ. അപ്പൊ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നോക്കാവുന്നേ ഉള്ളൂ. ചെയ്യാൻ ഈ ഷോയിലുള്ള ആൾക്കാർക്ക് അതാ പറഞ്ഞേ, ഇത്രയും നാളപ്പോൾ അങ്ങനെ ആരും ഒന്നും ചെയ്തില്ല. അതിനകത്ത് ആൾക്കാർ കാണുന്നവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്നല്ലായിരുന്നു. കാണുന്നവർ ഇല്ല, റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ബട്ട് തന്നെ ഇവരുടെ എനിക്ക് തോന്നുന്ന കംപ്ലയിൻറ്റ് സംഭവം ഉണ്ട്. പിന്നെ ഇത്ര റവന്യൂ ഇത്രയും കൈബോളും കൊണ്ടുവരുന്ന ചാനലാണ് എനിക്ക് തോന്നുന്നില്ല യൂട്യൂബ്. അവർ നോക്കുക, എനിക്ക് തോന്നുന്ന ബോട്ടായിട്ട് ഓട്ടോമാറ്റിക്കലല്ല ചെയ്യുന്നത്. എസ്പെഷ്യലി ഇത്രയും റീച്ചുള്ള ചാനലൊക്കെ അവർ നോക്കുക, അവർ തന്നെ എക്സ്പീരിയൻസ് നോക്കുക. ഇല്ല ഇതിൻ്റെ ടേക്കൂടെ ഇവർ ഓൾറെഡി കാര്യം എനിക്ക് തോന്നുന്നു ഇവരല്ല ഇത് കോൺസെപ്റ്റ് കണ്ടുപിടിച്ചു. ഒബ്വിയസ്ലി കാര്യം US ഓൾറെഡി ഉണ്ട്, കിൽട്ടോണി ഉണ്ട്. കിൽട്ടോണിയും സെയിം സംഭവമാണ്, സെയിം ഐഡിയ ആണ്, സെയിം കോൺസെപ്റ്റാണ്. ബട്ട് ദെൻ എനിക്കൊന്ന് കിൽട്ടോണിനെക്കാട്ടും റീച്ച് കിട്ടും. സോ ഇതാണ്. സോ ഇത് എനിക്കൊന്ന് നല്ല കുറേ നല്ല പോയിന്റ്സ് പറഞ്ഞു. അതിൽ വേറൊരു ആംഗിൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഈ ഷോ കിൽട്ടോണിനെക്കാട്ടും കൂടുതൽ, എനിക്ക് കിൽട്ടോണിന് കൂടുതലെന്ന് എനിക്കറിയില്ല, എനിക്കൊന്ന് ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ ഷോ. എനിക്ക് തോന്നുന്നില്ല ഇത്രയും വ്യൂ കിൽട്ടോണിക്കുണ്ടെന്ന്. അപ്പോൾ അത്രയും ഫേമസ് ആവണമെങ്കിൽ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ US ഇത് പറയുമ്പോഴത്തേന് ഇച്ചിരി കൂടി നോർമലാണ്. കാര്യം അങ്ങനെ പറയാം, ഓൾറെഡി പണ്ട് പോലെ പറഞ്ഞു വരുന്നുണ്ട്. ഇന്ത്യയിൽ പുള്ളി ആ റിസ്ക് എടുത്തു പറയാനായിട്ട്, പക്ഷേ അതിൻ്റെ റിവാർഡും കിട്ടി. കാര്യം അത് പുതിയ സംഭവമാണ്, ആൾക്കാരോട്. കാര്യം നമ്മളെല്ലാം ആരും ക്യാമറ ഓൺ അല്ലാത്ത സംസാരിക്കുന്ന സംഭവം പോലെ കുറച്ച് പേര് കൂടിയിരുന്ന് സംസാരിക്കുന്നു. ഫ്രണ്ട്സിനെ ഞാൻ പറയാവുന്ന വാക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ കളിയാക്കി വിടുന്ന സംഭവം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ ഇച്ചിരി റിലേറ്റബിൾ ആയിട്ട് തോന്നി. പക്ഷേ അത് തോന്നാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലൊരു ടാബും ഉണ്ട്. ഇന്ത്യ ഇച്ചിരി ട്രഡീഷണൽ കൺട്രി ആണ്. അപ്പോൾ അത് അങ്ങനെയല്ല വന്നത്. അപ്പോൾ അതിൻ്റെ അത്ര റിവാർഡ് പുള്ളിക്ക് കിട്ടിയതിൻ്റെ അത്ര റിസ്ക്കും ഉണ്ട്. കാര്യം അങ്ങനത്തെ പഴയ ആൾക്കാരുണ്ട്, ആൾക്കാരുടെ ചിന്തകളുണ്ട്. ഇച്ചിരി ട്രഡീഷണൽ കൺട്രിയാണ്, ഇച്ചിരി പേരൻസിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന കൺട്രിയാണ് കമ്പയർഡ് ടു US സംഭവങ്ങൾ. അപ്പോൾ കാര്യം പേരൻസും പിള്ളേരൊക്കെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ടും ജീവിക്കുന്നൊക്കെ ഫാമിലീസ് കുറേ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഉള്ള കൺട്രിയിൽ ഇത് ചെയ്യുമ്പോഴത്തേനും പുള്ളിക്ക് അതിൻ്റെ റിവാർഡ് കിട്ടിയപ്പോൾ അതിൻ്റെ റിസ്ക്കും ഉണ്ട്. കാര്യം ആൾക്കാർ പറയും ഇവിടെ സംസാരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ആ ബാക്ക്ലാഷും പുള്ളി പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നല്ല, പറയാൻ പറ്റും, ലീഗലി പറയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പുള്ളിയുടെ ഷോയും തിരിച്ചു വരുന്നത്. കാരണം അത് എനിക്കൊന്ന് ലീഗലി ഇപ്പോൾ പുള്ളി വീണ്ടും തിരിച്ചു വരുവാണ്. പക്ഷേ നീ പറയുന്നത് ഇങ്ങനെയുള്ള ബാക്ക്ലാഷുകൾ ഇനിയും പ്രതീക്ഷിക്കാന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നടത്തി കഴിയുമ്പോൾ കാര്യം ഇവരാണ് ഫ്രണ്ട് റണ്ണർ. ബാക്ക്ലാഷ് വന്നില്ലെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാ പറഞ്ഞിട്ട് കാര്യമില്ലോ, പിന്നെ ആൾക്കാർ കാണത്തില്ല. കാര്യം ഇത്ര നോർമലായിരിക്കും. അപ്പോൾ ഇവർക്ക് വ്യൂ കിട്ടുന്നത് ഈ ബാക്ക്ലാഷ് കാരണമാണ്. അപ്പോൾ ഇത് പുള്ളി തിരിച്ചു വന്നിട്ട് പുള്ളി ഇട്ട ഷോ, അടുത്ത ഷോയുടെ പേരെന്തായിരുന്നു? സ്റ്റിൽ അലൈവ്. അത് ഷോ അല്ലായിരുന്നു, അത് ജസ്റ്റ് ഒരു വീഡിയോ ആയിരുന്നു, കോമഡി ഷോ ആയിരുന്നു. ഷോ ആയിരുന്നു. ഒരു ദിവസം കൊണ്ട് 20 മില്യൺ കടന്നു. അതുവരെ കിട്ടാത്ത റീച്ച്. പക്ഷെ ആ വീഡിയോയും ഭയങ്കര ഹൈലി എഡിറ്റഡ് ആണ് ആൾക്കാർ പറയുന്നത്. അത് ആക്ച്വലി പോയി കണ്ട ആൾക്കാർ കണ്ടിട്ട് പറയുന്നത് അത് സ്റ്റിൽ അത്ര എഡിറ്റ് ഭയങ്കര വൃത്തിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു പുള്ളി എന്നെനിക്ക് തോന്നുന്നത്. കാരണം സംഭവം കണ്ടപ്പോൾ പുള്ളിക്ക് കറക്റ്റായിട്ട് ഏത് സീക്വൻസിൽ ഏത് സംഭവങ്ങൾ പറഞ്ഞ്, അങ്ങനെയാണ് പൊളിറ്റീഷ്യൻസ് പഠിക്കേണ്ടത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ട്രംപൊക്കെ അവിടെ നിന്ന് കണ്ടിട്ട് 1-2 കാക്കൾ അവിടെ നിന്ന് പഠിക്കാനുണ്ട്. കാര്യം അതിന് ഒരു സീക്വൻസിങ് സംഭവം പുള്ളി ചെയ്തേക്കുന്ന അടിപൊളിയായിരുന്നു. പുള്ളി ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഇമോഷൻസ് ടച്ച് ചെയ്തു, പിന്നെ ഇച്ചിരി ആദ്യം കോമഡി, പിന്നെ വിഷമം, പിന്നെ ഇത് എല്ലാം കേട്ടപ്പെടുന്ന ആൾക്കാരുടെ മനസ്സിലൊരു കഥയായി. ഇനി എനിക്കൊന്ന് പുള്ളി ഷോ കൊണ്ടുവരുമ്പോഴത്തേനും വീണ്ടും ഇതുപോലെ ബാക്ക്ലാഷ് വീണ്ടും വരും. കൺസർവേറ്റീവ് പേരൻസ് പറയും എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ
അത് പറയുന്ന അത്രയും പറയുന്നു അത്രയും പുള്ളിക്ക് വ്യൂവും കിട്ടും. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇത് പറയുമ്പോഴത്തേന് ഷോ ചെയ്യാൻ പറ്റില്ലെന്ന് ആരും പറഞ്ഞില്ല. സ്റ്റിൽ ഇന്ത്യയിലെ പ്രശ്നം ഇതായിരുന്നു, ആൾക്കാർ ഫെയർ ചെയ്തു, എൻ്റെ പിള്ളേർക്ക് ഇത് ഓൺലൈനിൽ കാണാൻ പാടില്ല, അപ്പോൾ ഇവരിങ്ങനെ ഷോ ഇട്ട് കാണിച്ചു, സംഭവങ്ങൾ വന്നു. അത് കറക്റ്റുമാണ്. അപ്പോൾ അങ്ങനത്തെ പേരൻസിനോടുള്ള ഓരോ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിള്ളേരെ അതനുസരിച്ച് കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് അവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണണ്ടെന്നാണ് ആഗ്രഹമെങ്കിൽ ഒബ്വിയസ്ലി അതനുസരിച്ച് ഫോണും സംഭവങ്ങളും സെറ്റിങ്സ് മാറ്റുക, ഇല്ലെങ്കിൽ ഫോൺ കൊടുക്കാതിരിക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ സ്റ്റിൽ ഉണ്ട്. ആൻഡ് അതുകൊണ്ട് സോ ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ തീരുവാണ്. സോ അതുകൊണ്ട് റാപ്പപ്പ് ചെയ്യാണ്. ആൻഡ് എല്ലാവരും ടേക്ക് കെയർ. എന്തെങ്കിലുമൊക്കെ ഫൈനൽ വേർഡ്സ് സംഭവം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.